പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പല തരത്തിലുള്ള സൗഹൃദങ്ങളെക്കുറിച്ചാണ്. സൗഹൃദം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല അനിവാര്യ ഘട്ടങ്ങളിലും ഉപകാരപ്രദമാകുന്ന ഒരു ഘടകമാണ്. സൗഹൃദമില്ലായിരുന്നെങ്കിൽ ലോകത്ത് ഒരുപാട് നമുക്ക് നഷ്ടം വന്നേനെ. എങ്കിൽ ഈ സൗഹൃദം നമുക്കൊരുപാട് കാര്യങ്ങൾ നേടിത്തരുന്നു. പല വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന പലരുമാണ് നമ്മുടെ സത്യസന്ധത ഉള്ളവരും ആത്മാർത്ഥമുള്ളവരുമാണ് ഈ സുഹൃത്തുക്കൾ. ഒരുപക്ഷെ നാം പലപ്പോഴും കണ്ടുവരുന്ന സൗഹൃദം സഹപാഠികൾ തമ്മിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് SSLC അല്ലെങ്കിൽ ഡിഗ്രിക്കോ പ്രീ ഡിഗ്രിക്കോ ഒന്നിച്ച് പഠിച്ച പലരും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിലുണ്ടായ ആ ഒരു സൗഹൃദം അരക്കെട്ടുറപ്പിക്കാൻ സൗഹൃദ സംഗമങ്ങളൊക്കെ നടത്തുന്ന രീതി. അപ്പോൾ ആ സമയത്തൊക്കെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ വളരെ ആത്മാർത്ഥമായ പല സംഗമങ്ങളും പല സൗഹൃദങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ, കാരണം വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരായിരിക്കും, ഭാര്യയോ ഭർത്താവോ ആ ഒരു സൗഹൃദത്തിൻ്റെ വില മനസ്സിലാക്കാതെ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയും ആ ഒരു സൗഹൃദങ്ങളൊക്കെ വേണ്ടാത്ത ഒരു രീതിയിൽ കാണുകയും അതിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. പലപ്പോഴും വേദനാജനകമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ 10, 40, 45 വർഷത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ഈയിടെ അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു അവസരത്തിൽ ഈ സൗഹൃദങ്ങളും ഒരുപക്ഷെ നമ്മുടെ വളരെ ചങ്ങാതിമാരും ഒക്കെ വീണ്ടും കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബമൊക്കെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഒരു വലുതായി ജോലിയും മറ്റുമായിട്ടൊക്കെ നമ്മളോട് കൂടെ നിൽക്കാതെ ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഒരു വിട്ടു നിൽക്കുമ്പോൾ തികച്ചും ഭാര്യയും ഭർത്താവും മാത്രം അങ്ങനെ താമസിക്കേണ്ട ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ബംഗ്ലാവൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പണിതി വെച്ച് കാണും. പക്ഷേ ഒരിക്കലും